നീന്തൽ പ്രതിഭകൾക്ക് വേദിയൊരുക്കി ആലുവ പെരിയാറിൽ സ്വിമ്മത്തോൺ 2025 സംഘടിപ്പിച്ചു. മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക, നീന്തൽ സാമൂഹികാവശ്യമായി പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ TDK സ്പോർട്സ് നയിച്ച ഈ ഓപ്പൺ വാട്ടർ നീന്തൽ മേള 7ഓളം വിഭാഗങ്ങളിലായി നടത്തി. 16 കിലോമീറ്റർ അൾട്രാ നീന്തൽ മത്സരം മുതൽ 400 മീറ്റർ വിഭാഗം വരെയായിരുന്നു മാറ്റുരച്ചത്. നീന്തൽ പ്രതിഭകൾക്ക് വേദിയൊരുക്കിക്കൊണ്ട് മുങ്ങിമരണങ്ങൾ കുറയ്ക്കുക, നീന്തൽ സാമൂഹിക ആവശ്യമായി പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിമ്മത്തോൺ അൾട്രാ 2025 ആലുവയിലെ പെരിയാറിൽ വെച്ച് നടത്തി. TDK സ്പോർട്സ് നയിച്ച ഈ ഓപ്പൺ വാട്ടർ നീന്തൽ മേള 7ഓളം വിഭാഗങ്ങളിലായി നടന്നു. 16 കിലോമീറ്റർ അൾട്രാ നീന്തൽ മത്സരം മുതൽ 400 മീറ്റർ വിഭാഗം വരെയായിരുന്നു മാറ്റുരച്ചത്. 4ാമതായാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. ചടങ്ങ് വെറും മത്സരം മാത്രമല്ല, ശാരീരികാരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹത്തിൽ നീന്തലിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു. പെരിയാറിന്റെ ശുചിത്വം, ആലുവയും കൊച്ചിയും ഉൾപ്പെടുന്ന ഇക്കോ ടൂറിസം സാധ്യതകൾ തുടങ്ങിയവയെ സംബന്ധിച്ച ആശയങ്ങൾക്കും വേദിയായി പരിപാടി മാറി. This is very beautiful river Periyar. The water is so clear, so good and so refreshing, and compared to other events, this organizing such a big the entire how they were managing the entire river into their control is something which is very amazing, and the river is awesome. ഞാൻ സന്തോഷ് തയ്യിൽ. ഇത് ഫെഡറൽ ബാങ്ക് കൊച്ചി സ്വിമ്മത്തോൺ അൾട്രാ 2025. ഇത് 4th എഡിഷൻ ആണ്. സ്വിമ്മിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വിമ്മത്തോൺ ആണിത്. ഇതിൽ 7 കാറ്റഗറിയിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ദിവസം 10 മൈല് 10 കിലോമീറ്റർ 6 കിലോമീറ്റർ. ഇതിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. 10 മൈലും 10 കിലോമീറ്ററും 6 മണിക്കൂറിനകത്ത് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 6 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 727 പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുണ്ടായ ആൾക്കാർ. ഇതിനകത്ത് നമ്മുടെ ഉദ്ദേശം ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പ്യനെങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മൾ അതിലോട്ട് വളരെ വേഗം എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഇത് പെരിയാർ അഡ്വഞ്ചേഴ്സ്, TDK സ്പോർട്സ്, DTPC എന്നിവർ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് 4ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. 4 വയസ്സുകാരിൽ നിന്ന് 75കാരൻ വരെയുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു. ജർമ്മനി, UK എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ എത്തി. ആകെ 700-ലധികം പേരാണ് മേളയിൽ പങ്കെടുത്തത്. I'm Anusha. I swim and teach with Nisha Millet Swimming Academy in Bangalore. We are a group of 20 plus who have come here together to participate in the Kochi Swimmathon. Across distances, we also have one of our teammates who swam 16 kilometers yesterday. So we have across all of the distances, across age groups, we have a 62-year-old. This is our 2nd year coming out in large numbers to support the Kochi Swimmathon. It's a beautiful day to be here. It's drizzly. The water was quite warm, but still pleasant to swim in. It's beautiful out here in Aluva, and we look forward to continuing to support the Kochi Swimmathon. Thank you so much to all of the sponsors and organizers for putting together this wonderful event. ചെന്നൈയിൽ നിന്നുള്ള 50-ലധികം ഓട്ടിസം ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിശീലകരുമടക്കം പരിപാടിയിൽ സജീവമായി പങ്കാളികളായത് ശ്രദ്ധേയമായി. സംഘാടകരുടെ അഭിപ്രായത്തിൽ അടുത്ത തലമുറയിലെ ഒളിമ്പിക് പ്രതിഭകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ശക്തമായ വേദിയായി സ്വിമ്മത്തോൺ മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.